നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ്. ചെറിയ ജീവികളാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ആരും ദുർബലരല്ല, ശക്തി തിരിച്ചറിയാത്തതാണ് പ്രശ്നം. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. മണ്ടത്തരമെന്ന് തോന്നിയാലും വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം കാണിക്കുക. നമുക്ക് നിരവധി തോൽവികൾ നേരിടാം, പക്ഷേ പരാജയപ്പെടരുത്. വ്യക്തമായ ദർശനം, നിർദ്ദിഷ്ട പദ്ധതികളുടെ പിന്തുണയോടെ ആത്മവിശ്വാസത്തിൻ്റെയും വ്യക്തിപരമായ ശക്തിയുടെയും ഒരു വലിയ വികാരം നിങ്ങൾക്ക് നൽകുന്നു. ഭയം താൽക്കാലികമാണ്, എന്നാൽ പശ്ചാത്താപം എന്നും നിലനിൽക്കും. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. വിജയകരമായ ഒരു മനുഷ്യനാകാതിരിക്കാൻ ശ്രമിക്കുക, മുറിച്ച് മൂല്യമുള്ള മനുഷ്യനായി തീരുക. നിങ്ങൾക്ക് ആത്മാർത്ഥമായ എന്തെങ്കിലും വേണമെങ്കിൽ അതിനായി കാത്തിരിക്കരുത്. അക്ഷമനായിരിക്കാൻ സ്വയം പഠിക്കുക. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ്. പുറത്തു കൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം. പറയാൻ മറുപടി ഒന്നുമില്ലാതെ മനുഷ്യരുടെ കണ്ണ് നിറയുന്നത് കാണാം. എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ഇഷ്ടപ്പെടുന്നത് പോലെ പെരുമാറിയില്ലെങ്കിൽ അകൽച്ചയുണ്ടാകും. തീക്കനൽ കയ്യിലെടുത്തതുപോലെയാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. പൊള്ളലേൽക്കുന്നത് അവനവന് തന്നെയായിരിക്കും. അത് മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്നു വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യരാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. നിങ്ങളും മാറിയല്ലോ. നിങ്ങൾ ആർക്കെങ്കിലും കരുതലും സ്നേഹവും കൊടുക്കുന്നുവെങ്കിൽ അവരോട് അത് പറയാൻ കൂടുതൽ വൈകിക്കരുത്. കാരണം അവർ പോയി കഴിഞ്ഞ് നിങ്ങൾ എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ഉറക്കെ കരഞ്ഞാലും അവർ അത് കേൾക്കണമെന്നില്ല. കളങ്കമില്ലാത്ത ഹൃദയമുള്ളവർ എപ്പോഴും ബന്ധങ്ങളിൽ നിർഭാഗ്യവാന്മാരാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, എന്നാൽ മനസ്സിലാക്കിയവർ അപൂർവവും. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ കോപത്തിൻ്റെ നിസ്സാരത നമുക്ക് മനസ്സിലാവുകയും ക്ഷമയുടെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നിങ്ങൾ സ്വപ്നം കാണാറില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്തോ വ്യക്തിത്വ വൈകല്യമുണ്ടെന്നാണ്.